ഹായ്, വെൽക്കം ടു മേനിച്ചിൽ ഹോംസ്. മേനിച്ചിൽ ഹോംസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് രാമപുരത്താണ്. രാമപുരത്തേക്ക് ഒത്തിരി എൻക്വയറി ഉണ്ട്. നല്ല വീടുകളുണ്ടോ എന്നൊക്കെ ചോദിച്ച് എൻക്വയറി വരുന്നുണ്ട്. പക്ഷേ വീടുകളവിടെ പുതിയത് പണിയുന്നത് കുറവാണ്. അപ്പോൾ ഇതൊരു പുതിയ വീട്, അതിമനോഹരമായി പണിതീർത്തിരിക്കുന്ന പുതിയൊരു വീട്. ഫുള്ള് ഗ്രാനൈറ്റ് ആണ് വീടിന് തറയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ടൈലിന് പകരം ഗ്രാനൈറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. 10 സെൻറ്റ് സ്ഥലമുണ്ട്. രാമപുരം ടൗണിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഇത് കിണർ, വെള്ളം ഒരിക്കലും പറ്റാത്തത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കണ്ട ഒരു വീട് പണിതുകൊണ്ടിരിക്കുന്നു. ആ പണിതുകൊണ്ടിരിക്കുന്ന വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലൂടെ പോകുന്നത് ഒരു ബസ് റൂട്ടാണ്. 3 ബെഡ്റൂം, 2 അറ്റാച്ച്ഡ്, ഒരു കോമൺ ടോയ്ലറ്റുമായിട്ടുള്ള 3 ബെഡ്റൂം വീട്. നല്ല വൃത്തിയായിട്ട് തന്നെ പണിതിരിക്കുന്നൊരു വീടാണ്. ആ ബസ് റൂട്ടിൽ നിന്ന് കാണുന്ന ഒരു വഴിയാണ്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ലഭ്യത മനസ്സിലാക്കണമെങ്കിൽ ഇത് ജാതിയൊക്കെ നിൽക്കുന്നത് നോക്കിയാൽ മതി. അപ്പോൾ ഇത് 10 സെൻറ്റ് സ്ഥലമെന്ന് ഞാൻ പറഞ്ഞു. ആ വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതായിരിക്കും. പുതിയ വീടുകളുടെ വീഡിയോസുമായി ഞങ്ങൾ എന്നും ഓരോ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇത് അതിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ്. നല്ല മനോഹരമായി കണ്ടോ, ക്ലാഡിങ് ഒക്കെ ഒട്ടിച്ച് നല്ല മനോഹരമായി ചെയ്തിരിക്കുന്നത്. കിണറൊന്ന് കാണിക്കാനാണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത്. കിണറും ചുറ്റുവട്ടവും ഒന്ന് കാണിക്കാം എന്ന് വിചാരിച്ച്. ഇഷ്ടംപോലെ വെള്ളമുള്ള ജലലഭ്യതയുള്ള കിണർ. ഇതാണ്. സൈഡിലും കുറച്ച് മുറ്റമൊക്കെ ഉണ്ട്. വെള്ളം ഇഷ്ടംപോലെ ഈ വേനൽക്കാലത്ത്, ഇപ്പം ഫെബ്രുവരി മാർച്ച് മാസമായിട്ട്, ഈ മാർച്ച് മാസത്തിൽ പോലും ഇത്രയും വെള്ളമുള്ള കിണറാണ്. ഞാൻ പലപ്പോഴും റേറ്റ് പറയാൻ മറന്നു പോകുന്നുണ്ട്. ആദ്യമേ തന്നെ റേറ്റ് പറഞ്ഞേക്കാം. ഈ വീടിന് ചോദിക്കുന്ന വില 52 ലക്ഷം രൂപയെ ചോദിക്കുന്നുള്ളൂ. 52 lakhs ചോദിക്കുന്നുള്ളൂ. 52 ലക്ഷം രൂപ. അത് നെഗോഷ്യബിളാണ്. കുറച്ചും കൂടെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഇതുപോലെ ഫുള്ള് ഗ്രാനൈറ്റിൽ പണി തീർത്തിരിക്കുന്ന ഇതുപോലെയുള്ളൊരു വീട് 52 ലക്ഷം രൂപയ്ക്ക് കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായ ലാഭമാണ്. പിന്നെ ബസ് റോഡുമായിട്ട് തൊട്ടടുത്ത് തന്നെയാണ്. വീണ്ടും അതിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് നമുക്ക് പോകാം. ഒത്തിരി ആൾക്കാർ വിളിച്ച് നമ്മുടെ വീഡിയോയ്ക്കൊക്കെ ഒന്നിൽ ബെറ്റർ ആവുന്നുണ്ട് എന്ന് പറയുന്നതിലൊക്കെ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഈയിടെ ഞാൻ ഒരു ദിവസം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്ന സമയത്ത് എനിക്ക് വാട്സപ്പിലൊരു മെസ്സേജ് കിട്ടു. ഇന്ന് വീഡിയോ ഒന്നും ഇല്ലേ എന്ന് ചോദിച്ച് 2-3 പേരുടെ മെസ്സേജ് വന്നു. അപ്പോൾ അതൊക്കെ നമുക്കൊത്തിരി സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. ഇതാണ് മറ്റേ ഇപ്പുറത്തെ സൈഡ്, കാർ പോർച്ചിൻ്റെ ഒക്കെ ഇരിക്കുന്ന ഒരു സൈഡാണിത്. ചെറിയൊരു മരം, ജാതി എന്താണെന്ന് തോന്നുന്നു, എന്തോ ഒരു മരമുണ്ട് അവിടെ. ഇതാണ് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു വ്യൂ. കാർ പോർച്ച്, 3 ബെഡ്റൂം അറ്റാച്ച്ഡ്, സിറ്റ് ഔട്ട്, എൽ ഷേപ്പിൽ തന്നെയുള്ള സിറ്റ് ഔട്ട്. അതൊരു മോഡൽ എന്ന് പറയുന്നത് എൽ ഷേപ്പ് സിറ്റ് ഔട്ടാണ്. ബില്ലറൊക്കെ അടിച്ച് വാർത്തിരിക്കുന്ന നല്ല വീടാണ്. ഇതാണ് സിറ്റ് ഔട്ട്. ഇത് മുതൽ കണ്ടുപോക്കോളൂ. ഗ്രാനൈറ്റ് ഇട്ടിരിക്കുന്നു. ഇതാണ് സിറ്റ് ഔട്ട്. തേക്കിൻ തടികളാൽ നിർമ്മിതമായ മെയിൻ ഡോറ്, ജനൽപ്പാളികൾ, തേക്കിൻ തടി കട്ടള ആഞ്ഞിലിയാണ്. പാനൽ ചെയ്തിട്ടുണ്ട് തേക്കിൻ്റെ തടി കൊണ്ട്. ഇത് നമ്മുടെ സ്വീകരണ മുറിയിലേക്കാണ് കയറുന്നത്. ഇങ്ങനെ കയറുമ്പോൾ സ്വീകരണ മുറിയുടെ സൈസ് മനസ്സിലാകില്ല. അതുകൊണ്ട് ഞാൻ ഇറങ്ങി വരുമ്പോൾ വേറൊരു രീതിയിൽ അത് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് കാണാം. ഇത് വലിപ്പമുള്ള സ്വീകരണ മുറി തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഡൈനിങ് ഹാളിലേക്ക് കയറി. ഡൈനിങ് ഹാള് കണ്ടോ, നല്ല വലിപ്പമുള്ള ഡൈനിങ് ഹാൾ. ഇതിൻ്റെ വേറൊരു ഹൈലൈറ്റ്, വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് മുകളിൽ വിൻഡോ പോലെ കൊടുത്തിരിക്കുന്നതാണ്. ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഈച്ചയോ കൊതുകോ അല്ലെങ്കിൽ മഴ പെയ്യുമ്പം വെള്ളമൊന്നും കയറാത്ത രീതിയിൽ ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഒരു ലൈറ്റും ഓണാക്കാതെ, കറണ്ട് സംബന്ധമായ ഒരു സ്വിച്ച് ഓണാക്കാതെ തന്നെ ഞാൻ ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. കാരണം അത്ര പ്രകാശമാണ് ഈ വീട്ടിൽ. ഇതൊരു ബെഡ്റൂം. വായുസഞ്ചാരം നന്നായിട്ട് കിട്ടുന്ന രീതിയിലുള്ള ജനൽ സംവിധാനങ്ങളാണ്. ഇത് ടോയ്ലറ്റ് അറ്റാച്ച്ഡ്. ടോയ്ലറ്റ് മാത്രമേ ടൈൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ബാക്കി മുഴുവൻ ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഷവർ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് വീണ്ടും അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ കടന്നു. ബെഡ്റൂമൊക്കെ കുഴപ്പമില്ല, നല്ല സൈസുള്ള ബെഡ്റൂമുകളാണ്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ
വായുസഞ്ചാരം നന്നായിട്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും ആരോഗ്യം കിട്ടുക എന്ന് പറയുന്നത് വായുസഞ്ചാരത്തിലൂടെ തന്നെയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ആ ബെഡ്റൂമിൻ്റെ ഒരു അറ്റാച്ച്ഡ് ടോയ്ലറ്റും ഡ്രസ്സിങ് റൂമും. വീണ്ടും ആ ബെഡ്റൂമിൽ നിന്ന് ഡൈനിങ് ഹാളിൻ്റെ സമീപം വഴി ഡൈനിങ് ഹാൾ വഴി അടുത്ത ബെഡ്റൂമിലേക്ക് നമ്മൾ പോവുകയാണ്. ഇത് മൂന്നാമത്തെ ബെഡ്റൂം. ഇത് അറ്റാച്ച്ഡ് അല്ലെങ്കിലും ഇതിന് വേണ്ടിയിട്ടൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് ഒരാൾക്കാരൊക്കെ വന്നു കഴിഞ്ഞ് ഉപയോഗിക്കാവുന്ന രീതിയിൽ കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഷ് ഏരിയ. ഇതിന് സമീപമാണ് കോമൺ ടോയ്ലറ്റ്. എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പൈപ്പുകളൊക്കെ ആണെങ്കിലും ഷവറാണെങ്കിലും ക്ലോസറ്റ് വാഷ് ബേസിൻ എല്ലാം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ ഒരു ഇടനാഴി പോലെ ഒരു വഴിയാണ് കിച്ചണിലേക്ക് കൊടുത്തിരിക്കുന്നത്. കിച്ചണിനൊരു നല്ലൊരു പ്രൈവസി ഉണ്ട്. അപ്പം കിച്ചൺ ഇതാണ്, നല്ല അതിമനോഹരമായ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്ന കിച്ചൺ ഉണ്ട്. നല്ല മനോഹരമായ കബോർഡ് വർക്കുകളാണ്. ഇവിടെ നമുക്ക് സ്റ്റൗ ഇലക്ട്രിക് മിനിയൊക്കെ വെക്കാനായിട്ടുള്ള സ്ഥലങ്ങളുടെ ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇത് അതിൻ്റെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയ ആ വഴി നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ട്. ഇത് വർക്ക് ഏരിയ. മുകളിലും ഒരു സ്റ്റോറേജ് ആയിട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. ആ മിറ്റം ബൗണ്ടറി തിരിച്ചേക്കുന്നതിന് തൊട്ടപ്പുറത്ത് കാണുന്ന കയ്യാല വരെയുണ്ട് അതിൻ്റെ ബൗണ്ടറി എന്ന് പറയുന്നത്. അത്യാവശ്യം കൃഷി ചെയ്യാനൊക്കെ പച്ചക്കറികളൊക്കെ നടാനായിട്ടുള്ള സ്പേസ് ഉണ്ട്. വീണ്ടും കിച്ചൺ വഴി നമ്മൾ ഡൈനിങ് ഹാൾ വഴി ഇറങ്ങിയാണ്. അപ്പോൾ ഈ വീടിന് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. വില നെഗോഷ്യബിളാണ്. 52 ലക്ഷം ചോദിച്ചു എന്ന് പറഞ്ഞാൽ നെഗോഷ്യബിളാണ്. ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. നമ്മൾ ബാങ്കുകളുമായിട്ട് നമ്മൾ ടൈപ്പാണ്. അപ്പം ബാങ്കുകളുമായിട്ട് നമ്മൾ ലോൺ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറേഞ്ച് ചെയ്ത് തരുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മിനിച്ചിൽ ഹോംസ് പാല. ഇത് രാമപുരത്തുള്ള അടിപൊളി ഒരു വീട്. അപ്പോൾ വീണ്ടും കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.